നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ രക്ഷിക്കാനായി ശാലിനി ഇവിടേക്ക് വരുന്നുണ്ടെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? മധുശ്രീ ആയിരിക്കും വിളിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ അവൾക്ക് മുടിഞ്ഞ ബുദ്ധിയാണ്. ഇവന്റെ വാക്കും കേട്ട് ഇതൊക്കെ വിശ്വസിച്ച് ഇവന്റെ പിന്നാലെ കൂടിയ കളക്ടർ മാഡത്തിന് ഇത് എന്ത് പറ്റി? അല്ല, ഭർത്താവ് ജയിലിലായപ്പോ തലയ്ക്കകത്തുള്ള നട്ടും ബോൾട്ടും ഒക്കെ കട്ടയും പടമായോ? നീ അങ്ങനെ ആളായി നിന്ന് ആടിത്തിമിർക്കൊന്നും വേണ്ട. ഇതിനകത്ത് കാർത്തിക ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞ പിന്നെ നിന്റെ ജീവിതം കൽത്തുറങ്ങില്ല. അതിന്ന് പിന്നെ നീ പുറത്തു വരണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. അല്ല, ബുദ്ധിപരമായിട്ടൊക്കെ കളിക്കാൻ നീ പഠിച്ചതാണോ അതോ കളക്ടർ അമ്മ പറഞ്ഞു തന്നതാണോ? ആര് പറഞ്ഞു തന്നാലും ശരി, മധുശ്രീയെ പൂട്ടാനുള്ള വിദ്യയൊന്നും നിന്റെയൊക്കെ നിഘണ്ടുവിലില്ലടാ. അടിതടവ് പഠിച്ച ഒരു 18 ഐറ്റം, അതാണ് ഈ മധുശ്രീ. മോൻ ചെല്ല്, കളക്ടർ അമ്മ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. ആ പിന്നെ ആ മുഖത്തെ ചമ്മലങ്ങ് തൂത്ത് കളഞ്ഞേക്കണേ, കാണാൻ മഹാവൃത്തിയുടെ. ഓ, കളിയപ്പോ അങ്ങനെയാ. ജഗദീപ് അവിചാരിതമായിട്ടല്ല എന്നെ അവിടെ കണ്ടത്. കാലേക്കൂട്ടി തയ്യാറാക്കിയ തിരക്കഥയിലെ ഒരു സീനാണ് അപ്പോൾ അവിടെ നടന്നത്. ബാക്കിയുള്ള സീനാ ഈ നടക്കുന്നത്. മോളെ കളക്ടർ കൊച്ചമ്മേ, നീ ഹരിശ്രീ പഠിച്ചപ്പോ ഞാൻ പഠിച്ചത് അതെങ്ങനെ തലതിരിച്ചെഴുതാമെന്നാ. ഇതുവരെ എത്തിയതും അതേ തലതിരിവിൽ തന്നെ. അപ്പോ പിന്നെ ആ എന്നെ നീ തറപണി പഠിപ്പിക്കാൻ വരല്ലേ? ഹലോ. എടാ ജോസേ, കളക്ടർ ശാലിനി എന്നെ സ്കെച്ച് ചെയ്തോണ്ട് പിന്നാലെ വരുന്നുണ്ട്. ആ കാർത്തികയെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. നീ മനസ്സിൽ കാണുമ്പോ ഞാനങ്ങ് മാനത്ത് കാണുവടി. ഒരു 5 മിനിറ്റ് നീ അവിടെ കെടാ. എന്റെ പിള്ളേർക്ക് അവരുടെ പണി ഉത്തരവാദിത്വത്തിൽ ചെയ്യണ്ടേ? ഇല്ലേ നിന്നെ കണ്ടവര് പേടിക്കും. അങ്ങനെ നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവളെ കാർ എടുക്കൂല. കള്ളത്തരത്തിന്റെ ഈറ്റില്ല താടി എന്റെ ജനനം. മൈൻഡ് റീഡിംഗ് എന്നൊരു പരിപാടിയുണ്ട്. നീ മനസ്സിലോർത്താ മതി, ഞാനത് ഇവിടെ പറയും. ആ എന്റെ അടുത്ത അവളുടെ ഒരു തരികിട കാർ ചേസിങ്.
ഹലോ, കളക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതെ, കാർത്തി എവിടുന്ന് മാറ്റണമെന്നോ? മാറ്റണം. എന്നെ രക്ഷിക്കാനായി ശാലിനി ഇവിടേക്ക് വരുന്നുണ്ടെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? മധുശ്രീ ആയിരിക്കും വിളിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ അവൾക്ക് മുടിഞ്ഞ ബുദ്ധിയ. എന്നെ തടവിലാക്കിയിട്ട് അവൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ നേടാനുണ്ട്. ഇവരിപ്പൊ എന്നെ ഇവിടുന്ന് മാറ്റും. ഓക്കെ. ശാലിനി വരുമ്പോ എന്നെ ഇവിടെ കെട്ടിയിട്ടിരുന്നു എന്നറിയാൻ എന്തെങ്കിലും ഒരു അടയാളം വേണം. എന്നെ കൊന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒന്നും. ശരി, ഓക്കെ. വാടാ, എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടുന്ന് മാറ്റണം. ഇവിടേക്ക് മാറ്റണമെന്ന് പറഞ്ഞോ? അത് പതിയെ പറയാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞു. കളക്ടർ ശാലിനി വിഷ്ണു ഇവളെ തിരഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവർക്ക് എന്നാത്തിന്റെ കേടാ? ഇനി പെറുക്കി കെട്ടി ഓട്ടത്തോടോട്ടം. എടി, നീ എത്ര കുതറിയാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വെറുതെ രക്ഷപ്പെടാൻ ശ്രമിച്ച് ഉള്ള ആരോഗ്യം കളയണോടി. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശാലിനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്താ ഇപ്പൊ ഇടുക? നീ എന്താണ് കയ്യാങ്കളി എടുക്കുന്നോ? അത് ഞങ്ങളെടുത്ത്. എണീക്കടി. വാടിയോട്ട്. വായുടെ. വാ. ഇനിയിപ്പോ എന്ത് ചെയ്യും മേഡം? ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഇതില്ലായിരുന്നു. പഠിച്ച കള്ളി അവള്. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം. കാർത്തികയെ കണ്ടെത്തിയേ ഒക്കും. നിങ്ങൾ ഇതുവരെ പോയില്ലേ? പിന്നാലെ ഓടി വരാൻ നല്ല ഉത്സാഹമായിരുന്നല്ലോ. ഓ, കാർത്തിക ഇവിടെ ഉണ്ടെന്ന് കരുതിയുള്ള വരവായിരുന്നു അല്ലേ? വരുന്ന വരവ് കണ്ടപ്പോ ഞാൻ കരുതി ഇപ്പൊ എന്നെ കളക്ടറുടെ അധികാരം വെച്ചങ്ങ് അറസ്റ്റ് ചെയ്യുമെന്ന്. പക്ഷെ പുലി പോലെ വന്നവരിങ്ങനെ പൂച്ചകളെ പോലെ നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എടാ ജഗദീപേ, നിനക്കെങ്കിലും അല്പം വിവരം ഉണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. എന്തായാലും നടന്നത് നടന്നു. മരിച്ചവരോ മരിച്ചു. ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് കൂടി അവരുടെ പേരിൽ സ്വൈര്യം കൊടുക്കില്ലെന്ന് വെച്ചാ വലിയ കഷ്ടാണേ. മോദിയടി നിന്റെ അഭിനയം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.